ചാവക്കാട് ഒരു വീട്ടിൻ്റെ പടിക്കലിൽ ഒരു ഡോക്ടർ എത്ര ദിവസമായിടോ ഇരിക്കുന്നത്? നിങ്ങളെല്ലാം ഒരു മനുഷ്യന്മാരാണോ? ഒരാൾ പോലും അവർക്ക് അനുകൂലമായിട്ട് സംസാരിക്കുന്നില്ലല്ലോ. അതായത് ഒരു പെണ്ണ് അവിടെ കിടക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളായി? ഒരു ഡോക്ടറാണ്, നിങ്ങൾ ആലോചിച്ച് നോക്കണം. അതായത് കൃത്യമായിട്ടെന്ന് പറഞ്ഞാൽ പഠിച്ച് പാസ്സായി സ്കോളർഷിപ്പോട് കൂടി പാസ്സായ ഒരു ഡോക്ടറാണ് അവിടെ കിടക്കുന്നത്. ഒരാളെങ്കിലും പോയിട്ട് അന്വേഷിക്കുന്നുണ്ടോ? ഇവിടെയുള്ള കുറേ ടീമുണ്ടല്ലോ അടുത്ത് ഭയങ്കരമായിട്ട് സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് അങ്ങ് ഉണ്ടാക്കി കൊടുക്കുന്ന ടീം. ആരെങ്കിലും പോയിട്ടുണ്ടോ? ആരെങ്കിലും പോയിട്ടൊന്ന് സമാധാനപ്പെടുത്തുന്നുണ്ടോ? എന്തൊരു മനുഷ്യന്മാരാണ് നിങ്ങളൊക്കെ. അതായത് എത്ര ദിവസമായി അവരവിടെ കിടക്കുന്നാർന്ന്. എന്തുകൊണ്ടാണ് നിങ്ങളൊക്കെ തിരിഞ്ഞു നോക്കാത്തത്? എല്ലാവരും പണമില്ലവൻ്റെ കൂടെ തന്നെയാണ്. ആ അമ്മായിയപ്പൻ എന്നൊക്കെ പറയുന്ന ഒരു പിശാച്, ഒരു മനുഷ്യൻ വന്നിട്ട് എന്തൊക്കെയാണോ പറയുന്നത്? വളരെ മോശമായ കാര്യങ്ങളല്ലേ പറയുന്നത്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവനെ ന്യായീകരിച്ചുകൊണ്ടാണ് ഇപ്പോഴെല്ലാവരും വരുന്നത്. അവൻ ഭയങ്കര പുണ്യവാളനാണെന്ന്. അവൻ പുണ്യാളനായോണ്ടാണല്ലോ 100 പവനും 15 ലക്ഷം രൂപയും വാങ്ങിച്ചിട്ട് ഒരിതുമില്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെ ഇറക്കി വിട്ടിട്ട് മറ്റൊരു കല്യാണം കഴിച്ചത്. അവനിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനാണ് ഇതിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് 20 ലക്ഷം രൂപ ചിലവായിട്ടുണ്ട്, അതിൻ്റെ EMI ഇപ്പോൾ ഞാൻ അടച്ചുകൊണ്ടിരിക്കലാണെന്നാണ് ആ പഹയൻ പറയുന്നത്. പക്ഷേ ആ സ്ത്രീ ആയിഷ കൃത്യമായിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, എനിക്ക് സ്കോളർഷിപ്പ് ഉണ്ടായിരുന്നു, 25,000 രൂപ എനിക്ക് ഇങ്ങോട്ട് വരുന്നുണ്ടായിരുന്നു, ഞാൻ സ്വന്തമായിട്ടാണ് പഠിച്ചത് എന്ന് ആയിഷ പറയുന്നു. അപ്പോൾ ഇവൻ ഇങ്ങനെയും പറയുന്നു. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃത്യമായിട്ടും ആ സ്ത്രീക്ക് എന്ന് പറഞ്ഞാൽ നീതി കിട്ടണം. അതായത് ഇമാതിരി ഉഡായിപ്പ് ടീമുകൾ കുറേ എണ്ണമുണ്ട് നമ്മുടെ നാട്ടിലുണ്ട്. കുറേ ടീമുകളുണ്ട് നമ്മുടെ നാട്ടിൽ. അതായത് ഭാര്യ അറിയാതെ കല്യാണം കഴിക്കുന്ന കുറേ ടീമുകൾ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടാമത്, അതായത് ഭാര്യ ഉള്ളപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഇപ്പം വരുന്നതെന്ന് പറഞ്ഞിട്ട് പോയിട്ട് ഒരു കല്യാണം കഴിച്ച് വരുന്ന ടീം. കാരണം ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ടീമൊക്കെ സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടിയിട്ട് 2 കല്യാണം കഴിക്കുന്നുണ്ട്. അങ്ങനെയുള്ള എരപ്പന്മാരും ഉണ്ടായിരുന്നു. ഉള്ള കാര്യം എന്താ പറയുന്നത്? ഇവറ്റകളെയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്മാരാണ് ഇവർ. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ 100 പാവം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചു കൊടുക്കുക, 15 ലക്ഷം രൂപയും തിരിച്ചു കൊടുക്കുക, എന്നിട്ട് മാന്യമായിട്ട് ഡിവോഴ്സ് ചെയ്യുക. അതല്ലേ വേണ്ടത്. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ വേറെ പോയിട്ട് കല്യാണം കഴിക്കുക. ഇത് അതൊന്നുമല്ല. ഇത് എത്രയും പെട്ടെന്നെന്ന് പറഞ്ഞാൽ എനിക്കങ്ങ് കെട്ടണം. അങ്ങനെ കെട്ടിയിട്ട് യാതൊരു എളുപ്പമില്ലാതെ ഇപ്പോഴും സോഷ്യൽ മീഡിയയിലേക്ക് കടന്നിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിഞ്ഞുകൊണ്ടിരിക്കുക. ഒരു കാരണവശാലും നീതി കിട്ടാതെ ആ സ്ത്രീ അവിടെ നിന്ന് ഇറങ്ങരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. അതായത് അവരുടെ വീട്ടുകാർ എവിടെയോ പോയിക്കോട്ടെ, നിങ്ങൾ അവിടെ തന്നെ ചോറും കറിയും വെച്ചിട്ട് അവിടെ താമസിക്കണം. ആയുഷ്കാലം മുഴുവൻ വേണമെങ്കിലും മുഴുവൻ താമസിക്കണം. അതാ വേണ്ടത്. ഒരാൾ പോലും അവർക്കൊരു സപ്പോർട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാർക്കും പറ്റില്ല. അതുപോലും ഇല്ല. അതായത് എല്ലാവരും കൂടിയിട്ട് ഒറ്റപ്പെടുത്തുക എന്ന് പറയുന്നേക്കുന്നില്ലേ, അങ്ങനെ ഒറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും. എന്നിട്ട് ചില ആൾക്കാരൊക്കെ അവരെ സഹായിക്കാൻ വരുന്നുണ്ട്. അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ എന്തെല്ലോ ഭാഷയിൽ അറിയപ്പെടുന്നത്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ഒരു സ്ത്രീയെ ഇത്രമാത്രം കഷ്ടപ്പെടുത്തുക, അത് കഴിഞ്ഞതിന് ശേഷം അവരോട് പറയുക നീ വളരെ മോശമാണെന്ന് പറയുക. അവരിവിടെയാണ് മോശം, അതൊരു ഡോക്ടറാണ്, അവർ തമ്മിൽ എന്ന് പറഞ്ഞാൽ സ്നേഹിച്ച് വിവാഹം കഴിച്ചാണെന്ന് പറയുന്നത്. അപ്പോൾ സ്നേഹിച്ച് വിവാഹം കഴിച്ചപ്പോൾ 10-13 വർഷമായപ്പോൾ ഈ പഹയനൊരു ബോധി, ഇവളത്ര പോരല്ലോ, നമുക്കൊരു കാര്യം ചെയ്താലോ, വേറെ എങ്ങ് കെട്ടിയാലോ എന്നുള്ളൊരു ബോധി. അങ്ങനെ ആ ബോധിയും കൊണ്ടാണ് ഇപ്പം നേരെ വീട്ടിലേക്ക് വന്നതെന്ന് പറയുന്നുണ്ട്. അതായത് വീട്ടിലേക്ക് വരുന്നുണ്ടെങ്കിൽ നീ വന്നോ, പക്ഷേ നിൻ്റെ ഭാര്യനെ പാടില്ല എന്ന് ബാപ്പിയും പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവളെ അങ്ങ് വഴിയിലങ്ങ് തള്ളിയിട്ടാണ് ഈ ആശ നേരെ എന്ന് പറഞ്ഞാൽ വീട്ടിലേക്ക് വന്നത്. വീട്ടിൽ വന്നതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കാണാൻ കൊള്ളാവുന്ന നല്ല പണമുള്ള സ്ഥലത്ത് നിന്നൊരു പെണ്ണിനെയും കെട്ടിയിട്ട് ഇപ്പോൾ ആശ നല്ല രീതിയിൽ രോഗികളെയും പരിശോധിച്ചുകൊണ്ട് നടക്കലാണ്. കുറച്ചൊക്കെ എളുപ്പമുണ്ടോ അവിടെ നിന്ന്? അതായത് ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇവിടെ എത്ര ആൾക്കാർ കല്യാണം കഴിക്കുന്നത്, രണ്ടാമത്തെ കല്യാണം കഴിക്കുന്നത് വലിയ തെറ്റൊന്നുമല്ല, പിന്നെ ഡിവോഴ്സ് ചെയ്യുന്നതും വലിയ തെറ്റൊന്നുമല്ല. പക്ഷേ ഡിവോഴ്സ് ചെയ്യണം. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തീർപ്പും ആക്കാതെ പൈസയുടെ മുകളിൽ എല്ലാവരും ഇയാളെ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നു. ഇപ്പോൾ ആ സ്ത്രീ മോശക്കാരിയാണെന്ന് ഇവരെല്ലാം പറയുന്നത്. ആ സ്ത്രീയാണ് മോശം. അതായത് അവരാണ് മോശം. അവരങ്ങനെ മോശക്കാരിയാണെങ്കിൽ അവരുടെ അന്ന് കിടക്കേണ്ട ആവശ്യമുണ്ടോ? അവരങ്ങനെ 100 പാവം വാങ്ങിച്ചില്ല, ഇല്ലെങ്കിൽ 15 ലക്ഷം രൂപ വാങ്ങിച്ചിട്ടില്ല എന്നാണെങ്കിൽ എന്തുകൊണ്ടാണ് അവരവിടെ പിന്നെ കിടക്കേണ്ടി വരുന്നത്? കൃത്യമായിട്ട് പറഞ്ഞൂടെ ഞങ്ങളങ്ങനെ വാങ്ങിച്ചിട്ടില്ല, ഞങ്ങൾ വാങ്ങിച്ച ഇത്രയാണ്, അത് നമ്മൾ തിരിച്ചു കൊടുക്കാൻ തയ്യാറാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞൂടെ? പക്ഷേ ഇതൊന്നും പറയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ഡോക്ടർ, മറ്റവന്മാർ വലിയമാരല്ലേ, അപ്പോൾ അവരെ പണക്കാൻ പറ്റില്ലല്ലോ. ഈ സ്ത്രീ ആണെങ്കിലും ഒരു അത്താഴപ്പട്ടിക്കാർ, അത് മാത്രം ഒരു സ്ത്രീയാണ്. അപ്പോൾ സ്ത്രീകളങ്ങനെ ഒച്ച വെക്കണ്ട, അല്ലെങ്കിൽ സ്ത്രീകളങ്ങനെ കുഴപ്പമാക്കി കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം കുറേ വീടുകളിൽ ഇതേപോലെ പ്രശ്നങ്ങൾ വരും. ഞാൻ പറഞ്ഞില്ലേ, പല വീടുകളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ പഠിച്ച് നല്ല രീതിയിൽ വന്ന ഒരുപാട് പേര് ഈ കരിവറിൻ്റെ ജീവിതവുമായിട്ട് അടുക്കളയിൽ ഒതുങ്ങിപ്പോകുന്നുണ്ട്. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സ്ത്രീധനം കൊടുത്തു കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷത്തിലാണോ നിങ്ങളുടെ മകളുള്ളത്? ഒരിക്കലുമല്ല. ഇപ്പോൾ കാണുന്നില്ലേ എല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കുറേ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മയക്കുമരുന്നിൻ്റെ അടിമകൾ, പിന്നെ ഗൾഫിൽ കൊണ്ടുപോയിട്ട് കൂട്ടുകാരുടെ കൂടെ താമസിപ്പിക്കുക. എത്ര ആൾക്കാരാണ് ഇപ്പോൾ മരിച്ചേടോ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എത്ര ആൾക്കാരാണ് ജീവൻ കൊടുക്കുന്നത്. എന്നിട്ടും ആരെങ്കിലും പഠിക്കുന്നുണ്ടോ?
ഇതിപ്പോഴും ഈ സ്ത്രീ ജീവൻ ഒടുക്കിക്കഴിഞ്ഞാൽ എല്ലാവരും പറയും ഒരു 2-3 ദിവസം വാർത്തയിൽ വരും. അപ്പോഴും പറയും നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഒന്ന് തുറന്ന് പറഞ്ഞുകൂടായിരുന്നോ എന്ന്. ഈ സ്ത്രീ ഇപ്പം ജീവൻ ഒടുക്കിയില്ല, അവരിപ്പോഴും ജീവനോടെ ഉണ്ട്. പക്ഷേ ജീവനോടെ ഇരിക്കുമ്പോൾ അവർക്കാർക്കും നീതി വാങ്ങിച്ചു കൊടുക്കണ്ട. പക്ഷേ മരിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആൾക്കാരായിരിക്കും, ഓ നീതി വാങ്ങിച്ചു കൊടുക്കണം, അവനെങ്ങനെയെങ്കിലും തൂക്കണം, അതന്നെ. പക്ഷേ ജീവിച്ചിരിക്കുമ്പോഴല്ലേ നീതി വാങ്ങിച്ചു കൊടുക്കേണ്ടത്. ഇപ്പോൾ ഈ സ്ത്രീ നേരെ ഇതെല്ലാം മനസ്സിലാക്കി ശരിയാന്ന് അയാൾ വേറെ കല്യാണം കഴിച്ചു, എൻ്റെ പണവും പോയി എൻ്റെ സ്വർണവും പോയി എന്ന് കണ്ട് ഈ സ്ത്രീ എങ്ങനെ മരിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ചു. ഒരു 10 ദിവസമായിട്ട് ഇപ്പോൾ അവരവിടെ കിടക്കുന്നുണ്ട്. 10 ദിവസം മുമ്പ് അവർ മരിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുതലക്കണ്ണീരുമായിട്ട് പോകും. പക്ഷേ ജീവിച്ചിരിക്കുമ്പോൾ ഒരാൾ പോലും സഹായിക്കില്ല മക്കളെ. ജീവിച്ചിരിക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും പറഞ്ഞ അഹങ്കാരിയാണ് അവൾ അഹങ്കാരിയാണ്. അവൾ ആണുങ്ങളുടെ മുഖത്ത് നോക്കി സംസാരിക്കുന്നു. അവൾ ഭർത്താവിൻ്റെ അച്ഛനോട് സംസാരിക്കുന്നത് കണ്ടില്ലേ? അവൾ അഹങ്കാരിയാണ്. മരിച്ചു കഴിഞ്ഞാൽ ആ വീട്ടുകാർ എത്രമാത്രം അതിനെ ശല്യപ്പെടുത്തിയിട്ടുണ്ട് അറിയാം. ഇപ്പം തന്നെ മരിക്കാൻ കാരണം നിങ്ങൾ കണ്ട, പോയി വേറെ കല്യാണം കഴിച്ച് ഇവളുടെ 200 പവൻ അവൻ്റെ പോക്കറ്റിലാണ്. അതുപോലെ 30 ലക്ഷം ഉറുപ്പിക അവനെടുത്തു. അതായത് എല്ലാം ഇരട്ടിയാവും. ഇപ്പോഴവർ തരാനുള്ള പൈസ മാത്രം പറയുമ്പോഴും ഒരാൾക്കും ഒരു ഇതുമില്ല. പക്ഷേ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ നേരെ ഇരട്ടിയാകും. നമ്മുടെ നാട്ടിൽ കാണുന്ന പുതിയ ഒരു പ്രതിഭാസമാണിത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളൊരു കാര്യം ചെയ്യുക. അതായത് ജീവിച്ചിരിക്കുമ്പോൾ ഇപ്പോൾ ആ സ്ത്രീക്ക് നിങ്ങൾ നീതി വാങ്ങിച്ചു കൊടുക്കണം. അതിനുള്ള മഹല്ല് കമ്മിറ്റിയും അവരെല്ലാവരും ഇടപെടണം. ഈ മഹല്ല് കമ്മിറ്റിയുടെ തീരുമാനത്തോടു കൂടിയാണ് അവൻ കല്യാണം കഴിച്ചതെങ്കിൽ അവനെ പള്ളിയിൽ നിന്ന് തന്നെ പുറത്താക്കണം. പക്ഷെ അതൊന്നും നടക്കാത്ത കാര്യമായിട്ടാ. കാരണം എന്താ വെച്ചാൽ അവനൊക്കെ വലിയ പിടിപാടുള്ളവനായിരിക്കും. പിന്നെ അവൻ്റെ വീടൊക്കെ കണ്ടില്ല, നല്ല ഇച്ചിരി ചില്ലറയുള്ള ടീം തന്നെയാണ്. തറവാടികളാണ്, ചില്ലറയുള്ള തറവാടികളാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ പ്രശ്നങ്ങളൊന്നും നടക്കില്ല. അപ്പോൾ പൈസ ഉണ്ടെങ്കിലെന്ന് പറഞ്ഞാൽ ഏതവൻ്റെ കൂടെയും ആരും ഉണ്ടാവുമല്ലോ. പൈസ ഇല്ലാത്തവൻ്റെ കൂടെ ഒരു മനുഷ്യന്മാരും ഉണ്ടാവില്ല. ഇപ്പോൾ ഇവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്ത്രീക്ക് നീതി കിട്ടണം, അതേ എനിക്ക് പറയാനുള്ളൂ. അതായത് അവരുടെ പൈസ കൊടുത്തു വിട്ടെ, അവരുടെ സ്വർണം കൊടുത്തു വിട്ടെ, അവർ വേറെ കല്യാണം കഴിക്കും. അതുപോലെ തന്നെ ആ കുഞ്ഞിന് ഉള്ളതെല്ലാം കൊടുത്തു വിട്ടെ. അതല്ലേ മാനമര്യാദയ്ക്ക് ചെയ്യേണ്ടത്. ഇതിപ്പോഴും അതൊന്നും ചെയ്യാതെ ഇവനൊക്കെ വന്നിട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് സർക്കസ് കളിക്കുക. കുറേ എണ്ണമുണ്ട് ഇങ്ങനെ. എല്ലാവരോടും ഞാൻ പറയുകയാണ്, വളരെയധികം സൂക്ഷിക്കുക. നിങ്ങൾ 18 വയസ്സ് ഇല്ല 20 വയസ്സ് എന്ന് പറയുമ്പോൾ പെണ്ണ് കെട്ടിച്ചുവിടാനല്ല നോക്കേണ്ടത്. അതിനെന്തെങ്കിലും ഒരു ജോലിയാണ് വേണ്ടത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് മരിക്കാതെ അവിടെ തന്നെ ഉണ്ട്. ഇനി മരിക്കുന്നവരെ നിങ്ങളാരും കാത്തിരിക്കണ്ട. കാരണം ചില ആൾക്കാർ അങ്ങനെയാണ്, മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്ന്. വളരെ മോശമായ കാര്യം തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ സ്ത്രീയെ മോശക്കാരിയാക്കാൻ വേണ്ടിയിട്ട് പലതരത്തിലും ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. പല കോണുകളിൽ നിന്നും ശ്രമിക്കുന്നുണ്ട്. ഇവരെ മോശക്കാരിയാക്കണം എങ്ങനെയെങ്കിലും. ഇവർ ശരിയല്ല. ആ മറ്റേ പുള്ളിക്കാരനാണ് ഭയങ്കര, ഇവരുടെ ഭർത്താവുണ്ടല്ലോ അവനാണ് ശരി. ഇവളെന്ന് പറഞ്ഞാൽ ഭയങ്കര അലമ്പാണ്. അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ എണ്ണം തന്നെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുന്നുണ്ട്. എനിക്കൊരു കാര്യമേ പറയാനുള്ളൂ. അതായത് നിങ്ങളൊക്കെ മനുഷ്യനാണോ? ഇത്രയും വളരെ എന്താ പറയേണ്ടത്, ഒരു സ്ത്രീ അവിടെ കിടന്ന് സമരം ചെയ്യുമ്പോൾ ഇവന്മാരൊക്കെ വീണ്ടും അവരെ മോശപ്പെടുത്താൻ നോക്കും. ഇവരൊക്കെ മനുഷ്യരാണ്, പിന്നെ എന്താ പറയേണ്ടത്? നന്ദി, നമസ്കാരം.